അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടേ ഫോണ്. എന്നാ അമ്മ പ്രജീഷ് ചേട്ടനാ വിളിക്കുന്നത്. ഹലോ അമ്മേ എന്തല്ലാ? ഇന്ന് പണിക്കൊന്നും പോയിക്കുണ്ടാവില്ലല്ലേ? വെള്ളിയാഴ്ച ആയിട്ട് ചായ കുടിച്ചിനാ? ഇല്ല, ഞാൻ എണീറ്റേ ഉള്ളൂ. പിന്നെ നിങ്ങളെ തലവേദന കുറവുണ്ടാ? ഡോക്ടറെ കാണിച്ച ഗുളിയെല്ലാം കുടിച്ചു നിങ്ങള്? അതെന്ത് അതൊരു തലവേദന വന്നതാടാ? അത് കാണിച്ച് ഗുളി കുടിച്ചപാടാ അതങ്ങ് മാറിയിനി. അത് കുഴപ്പമൊന്നുമില്ല. ആ എന്നാ കുഴപ്പമൊന്നുമില്ല. അല്ല മോനെ, നീ വീട്ടിൽ കൂടെല്ലാം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പോയതല്ലടാ? 4 കൊല്ലായില്ലേ ഇനി ഇവിടുന്ന് പോയിട്ട്? എനിക്ക് നാട്ടിലൊന്നും വരുവാൻ പൂതിയാന്നില്ലേ? എനിക്ക് പൂതിയില്ലെങ്കിലും ഞാക്ക് എന്നെ കാണുവാൻ പൂതിയാന്നുണ്ടടാ. ഞാൻ വരുന്നില്ല അമ്മേ, ഞാനിപ്പം വന്നാൽ ശരിയാവില്ല. നിത്യൻ്റെ ആങ്ങളെൻ്റെ കല്യാണമല്ലേ, അപ്പം അതിന് ഒരുപാട് പൈസ ചിലവില്ല. ഇനിയിപ്പോൾ ഒരു കയട്ടെ എന്നിട്ട് നോക്കിയിട്ട് വരാം. പൈസേന്റെ കാര്യം വിചാരിച്ചിട്ട് ഇനി വരാണ്ട് നിൽക്കണ്ടടാ. പൈസ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് പൈസ ഞാൻ തരാം. നീ നാട്ടിലേക്ക് പോരി. ആന്ന് ശരിയാവില്ല അമ്മേ, അതൊന്നും വേണ്ട. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ആക്കുമെന്ന് നോക്കട്ടെ. പൈസേന്റെ കാര്യം വിചാരിച്ചിട്ട് ഞാൻ അന്യ നാട്ടിൽ നിന്നിട്ട് എന്റെ ജീവിതം എന്തിനാ നശിപ്പിച്ചാളെന്ന്? പൈസേന്റെ കാര്യം ഇനി വിചാരിക്കാൻ വേണ്ട. പൈസ കല്യാണത്തിന് കൊടുക്കണ്ട, ഞാൻ തരാം. നീ ഇങ്ങ് പോരി നാട്ടില്. എന്നാ ഞാൻ നോക്കട്ടെ. എന്നാ ശരി മോനെ, ടിക്കറ്റിന്റെ കാര്യം ഇനി വേഗം നോക്ക്. എന്നിട്ട് സമാധാനത്തോടെ മോനിങ് പോരി. ഞാൻ ജിത്തേന്റെ അടുത്ത് കൊടുക്കാം. ഇതാ. ഹലോ, ആ ഞാൻ വിളിക്കാം. എന്നാ ശരി. അല്ല, നിങ്ങളെ മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വേണ്ട. ഇവിടുത്തെ കടയിൽ ആരാ വീട്ടുക? ഇവിടെ എത്ര EMI അടിക്കാണ്ടെന്നറിയാ? ഇതൊന്നും വിചാരിക്കാണ്ട് എപ്പോ വിളിച്ചാലും ഇങ്ങ് പോര് മോനെ, ഇങ്ങ് പോരെന്ന് പറഞ്ഞോണ്ട് വിളിയോട് വിളി. ജിത്തി എനിക്കും കറോ പശുരിക്കും. എനക്കെന്റെ മോനവൻ അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെട്ടിരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് ഞാനും അവനോട് ഇങ്ങ് വരുവാൻ പറയുന്നത്. എനിക്ക് അതിന്റെ വില മനസ്സിലാണെങ്കിൽ എന്റെ മോൻ വലുതായിട്ട് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതിന്റെ വിഷമം മനസ്സിലാവും.